ഇത് കേട്ടല്ലോ, ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാണ്. ഇന്ത്യയിൽ ഒരു പ്രതിവർഷം 2.5 കോടി കരച്ചിലുകളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് പുതുജന്മങ്ങൾ, പുതുതായിട്ട് ജനിക്കുന്ന കുട്ടികൾ. അതേപോലെ തന്നെ മറ്റൊരു സങ്കടാവസ്ഥ എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞിട്ടില്ല, 3 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ, പുതുജനനങ്ങൾ മരണപ്പെടുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ഒരമ്മ പ്രസവ സമയത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും അവരെ സംരക്ഷിക്കും എന്ന് വിശ്വാസമുള്ളതും നേഴ്സുമാരെയാണ്. അപ്പോൾ ഇവർ നമ്മളെ വഞ്ചിച്ചാൽ എന്തു ചെയ്യും? ഞാൻ ഈ പറഞ്ഞ കണക്ക് എൻ്റെ കണക്കല്ല കേട്ടോ, യൂണിസെഫിൻ്റെ കണക്കാണ്. പ്രതിവർഷം ഇന്ത്യയിൽ 2.5 കോടി പുതുജന്മങ്ങൾ, അതായത് 2.5 കോടി ഗർഭിണികൾ ആശുപത്രികളിലും മറ്റുമായിട്ട് പ്രസവം നടത്തുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് 3 ലക്ഷത്തോളം കുട്ടികൾ മരണപ്പെടുന്നു. ആശുപത്രികൾ സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ, ഡോക്ടർമാരും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? പരിശീലനം ഇല്ലാത്ത നേഴ്സുമാർ നമ്മളെ പരിചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെല്ലാം സംഭവിക്കും. പ്രത്യേകിച്ച് കർണാടകയിൽ നിന്ന് ജനറൽ നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് മുതലായ കോഴ്സുകൾ വ്യാജമായിട്ട് പഠിച്ച് തട്ടിക്കൂട്ട് തരികിട യൂണിവേഴ്സിറ്റിയായ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്ദ ബിരുദവും സമ്പാദിച്ച് പുറത്തോട്ടിറങ്ങുന്നവർ നമ്മളെ കൊല്ലാക്കൊല ചെയ്യുന്നു. ഇന്ത്യൻ ജനത ഇതിന് മാപ്പ് തരില്ല. നിങ്ങൾ ഓർക്കണം, സമൂഹത്തോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ശ്രമിക്കാം. എന്നാന്നല്ലേ 2025 ഡിസംബർ 10 ഉച്ചയ്ക്ക് ശേഷം 5 മണിക്ക് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ലൈവുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങളും വിശകലനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ഒപ്പം അടുത്ത ആഴ്ച കർണാടകയിലേറ്റ് പരീക്ഷ എഴുതാൻ വരുന്ന, വ്യാജമാർഗത്തിലൂടെ ക്ലാസ്സിൽ കയറാതെ പ്രാക്ടിക്കലില്ലാതെ പഠിച്ചെഴുതാൻ വരുന്ന ആയിരക്കണക്കിന് വ്യക്തികൾക്കും ഇതിൽ പങ്കെടുക്കാം. എങ്ങനെയാണ് ജയിലിലേക്ക് പോകുന്ന വഴി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. താല്പര്യമുള്ളവരൊക്കെ ലൈവ് സെമിനാറിൽ സ്ട്രീമിങ്ങിൽ പങ്കെടുത്തോ, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.